ഞാൻ ഒരുപാട് സ്ഥാപനത്തിൽ വേറെ വർക്ക് ചെയ്തു, ഇവിടെ മാത്രമല്ല. അപ്പോൾ അവിടെ എന്നും ഇല്ലാത്ത ഒരു സമീപനം, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാം. ഞാൻ പോകുന്ന സ്ഥാപനത്തിലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ അല്ല. ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പ്രചോദനം, പഠിക്കാനുള്ള പ്രോത്സാഹനം, എങ്ങനെയെങ്കിലും എന്തൊക്കെ എല്ലാ മാർഗങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം തരാൻ വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും മാഷ് സ്വീകരിക്കാം. എല്ലാത്തിനും സപ്പോർട്ടാണ്, എല്ലാത്തിനും. അങ്ങനെയല്ല, എഴുത്തും വായനക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തില്ല, അതുകൊണ്ടാണ് അവൻ്റെ മാറ്റം. അതിന് നല്ലൊരു കാര്യം എടുക്കുക. എഴുത്തും വായന വെരി ഗുഡ്, വെരി ഗുഡ്. അസ്ജിദിനെ കുറിച്ച് അസ്ജിദ് എങ്ങനെയെന്ന് പറയാം, വന്നപ്പോൾ ഉണ്ടായിരുന്ന അസ്ജിദ് അല്ല, ഇപ്പോൾ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒന്നുകൂടി സീരിയസ് ആയി പഠിക്കണം എന്നുള്ള ചിന്ത വന്നു. നമ്മൾ നിർബന്ധിക്കാതെ തന്നെ ഈ ക്ലാസ്സിന് അധികം കുട്ടികൾ വരില്ല, പക്ഷെ അസ്ജിദ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ, എഴുത്തും വായന ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തലുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് അവനിവിടെ നിവർന്ന് നിന്ന് അവൻ്റെ കാര്യങ്ങൾ പറയണേ കേട്ടോ. അപ്പോൾ പ്രൗഡ് ഓഫ് യു. ഓക്കെ, വെരി ഗുഡ്. എന്തിനാ ചീറ്റിയിടുന്നത്? ആ ഒരു വിചാരം ഉണ്ടായാൽ മതി, അല്ലാതെ ഇവിടുത്തെ പൈസ ഓവറായിട്ട് പൈസ ഇങ്ങനെ ചാടി പോകുമ്പോൾ എടുത്തിട്ട് കേക്ക് പിടിച്ചതല്ല. ഇത് നമ്മള് നിങ്ങൾക്ക് തരുമ്പോൾ ക്ലാസ്സുകളൊക്കെ തരുമ്പോൾ അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് വന്ന് നല്ല മാർക്കൊക്കെ വാങ്ങുമ്പോൾ നിങ്ങളെ മാതാപിതാക്കളെ പോലെ തന്നെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളെ ക്ലാസ്സിന് സ്ഥിരമായിട്ട് വരുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അല്ലാതെ പൈസ ഓവറായിട്ട് പൈസ അധികമായിട്ട് ചെലവാക്കണതല്ല, നിങ്ങളോടുള്ള സ്നേഹമാണ്. നിങ്ങൾ നല്ല റിസൾട്ടിലെത്തും, സ്ഥിരമായി ക്ലാസ്സിൽ നിന്ന് നല്ല റിസൾട്ട് എത്തും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ക്ലാസ്സിൽ അത്രത്തോളം നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് CTയുടെ തരുന്നത്. ഇതെന്ത് സംഭവിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് ശരിക്കും അഡീഷണൽ ചെലവാണ്. നിങ്ങൾ CTയുടെ പറഞ്ഞിട്ട് നല്ല പൈസ ആയിരുന്നു, നമുക്കിത് പൈസ കയറിയിട്ട് ചെയ്യണമെന്നല്ല. അങ്ങനെയും നിങ്ങൾ എനർജി എഴുതിയിട്ട് അങ്ങനെയും നിങ്ങൾ ലീവ് എടുക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയും നിങ്ങൾ ഫുൾ A+ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ആ ഫുൾ A+ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനോടൊരു നന്ദി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. മാറ്റങ്ങളുണ്ടായിക്കോളും. അച്ചടക്കായാലും പിന്നെ സാറ് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ രാവിലെ ഫുഡ് തരാനും, പിന്നെ പഠിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും വിഷ്ണു സാറ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അവർ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ സുസാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങിത്തരും. പിന്നെ ഭയങ്കര കെയറിംഗ് ആണ്. ക്ലാസ്സിൽ ഫുൾ പ്രസൻ്റായ CTയുടെ ഉണ്ടാവും. ഡിഗ്രി അക്കാഡമിയിലെ എല്ലാ കുട്ടികൾക്കും എന്താണ്, എല്ലാ ബാച്ചിലെ എല്ലാ കുട്ടികൾക്കും എന്താണ്, CTയുടെ ആണ് അല്ലെ. അപ്പൊ എന്തിനാ നിങ്ങൾക്ക് CTയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഒന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടല് എന്തിനാ, ക്ലാസ്സിന് കംപ്ലീറ്റ് എല്ലാവരും അറ്റൻഡ് ആയി, അല്ലെങ്കിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്കിലേക്ക് ടോപ്പ് 5ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് തരല്ലേ, CTയുടെ തരല് ആണല്ലോ. അപ്പോ ഇന്ന് നിങ്ങളെ ക്ലാസ്സിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ എന്ത് കൊടുക്കുകയാണ്, നമ്മള് CTയുടെ കൊടുക്കുകയാണ്. അപ്പൊ തുടർന്നും ടോപ്പ് 5ലേക്ക് അല്ലെങ്കിൽ എല്ലാ ദിവസവും അറ്റൻഡ് ആവാൻ എന്ത് ചെയ്യാം, എല്ലാവരും ശ്രമിക്കാം. പോകുന്ന മറ്റ് സെന്ററുകളിൽ എവിടെ ഇല്ലാത്തൊരു പരിപാടിയാണ് എന്ത്, CTയുടെ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ട്രീറ്റ് ആണ്, ഫുൾ പ്രസന്റ് ആയതുകൊണ്ട് എനിക്ക് ട്രീറ്റ് ആണ്. ഇവിടെ വന്നതിന് ശേഷം അടിപൊളിയായിട്ട് എന്താണ് ഫുൾ പ്രസന്റ് ട്രീറ്റ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ സ്വീറ്റ് ഡേ ഉണ്ടാവാറുണ്ട്. വേറെ ഇങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഭയങ്കര അഭിമാനമുണ്ട് ഇവിടെ വന്ന് അപ്പൊ നമ്മളിന്ന് CTയുടെ എന്തിനാ CTയുടെ നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്കൊക്കെ ലീവ് എടുക്കണം, അല്ലെങ്കിൽ മുതലുള്ള. അപ്പോൾ സ്ഥിരമായിട്ട് വന്നതിൽ നിങ്ങൾക്ക് ഫുൾ ട്രീറ്റ് ചെയ്യലാണ്. അപ്പൊ അത് തരുന്നത് ഇന്ന് നിങ്ങൾക്ക് ചിക്കന്റെ ഓരോ പീസാണ്, ചിക്കൻ അൽഫാമിന്റെ ഓരോ പീസാണ്. വളരെ നല്ല കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രീറ്റ് കിട്ടുന്നത് വളരെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും ഡെയിലി എന്നും ക്ലാസ്സിൽ വരിക, അറ്റൻഡ് ചെയ്യാൻ, ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. ചതയെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ പറയണ്ടെന്ന് അറിയാം. അത്രയുള്ളൂ. രണ്ടാൾക്കാരും വീഡിയോ പറയണം. ഞാൻ
അപ്പുറത്ത് പോയിട്ട് എങ്ങനെ തേച്ച് പോയിട്ട് തള്ളി എന്റെ തള്ളി വരും എന്റെ കാവേരി കുട്ടികൾ പറയുന്ന അഭിപ്രായം പറയണ കണ്ണൂരിൽ നിന്ന് പറഞ്ഞ തള്ളി വന്നാണ്. അപ്പൊ ഇങ്ങനെ എന്നെ വസളാക്കിയത് ആരും രണ്ടാളും പറഞ്ഞു പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ വസളാവും. ഞാൻ വസള നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും രണ്ടാൾക്കാർക്ക് വന്നിട്ട് പറയാം. ആരാ പറയാം ഈ പരിപാടിനെ കുറിച്ച്? ഞാൻ ഇപ്പോൾ ഡിഗ്രിക്ക് വന്നിട്ട് നല്ല മാറ്റമുണ്ട്. ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? സീറ്റിയുടെ നല്ല സീറ്റിയാണ്. CTD എന്ന പരിപാടി അടിപൊളി പരിപാടിയാണ്. വേറെ ട്യൂഷൻ സെന്ററിലും അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല.